പ്രവാചക സ്നേഹത്തിന്റെ അമേയ പ്രമേയങ്ങളും പ്രകീർത്തന മുന്നേറ്റങ്ങളുടെ ആഗോള വ്യാപനവും കണ്ണടച്ചിരുട്ടാക്കുന്ന മുജാഹിദ് കൊലക്കൊമ്പന്മാരിൽ മദ്ഹ് വിരോധത്തിന്റെ മതപ്പാടുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല, ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാ മൗലവി പറഞ്ഞത്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന എന്നതിന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സ്വലാത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ബുഖാരി തങ്ങൾ സ്വാത്വികനായ അബുൽ ആലിയ തങ്ങളിൽ നിന്ന് മദ്ഹ് പറയലും ഇതിന്റെ പരിധിയിൽ വരും എന്ന് ആയത്ത് വിശദീകരിച്ച് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ട ആദർശങ്ങളെ ഈ മൗലവിമാർ ചോദ്യം ചെയ്യുന്നു. നബി തങ്ങളെ പ്രകീർത്തിക്കുന്നത്, നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഇവർക്ക് അരോചകമാണ്. നിങ്ങൾ ആലോചിക്കുക, ഡാനിഷ് പത്രം, ഡെൻമാർക്കിലെ പത്രം ഒരു കാലത്ത് നബി തങ്ങൾ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കാർട്ടൂൺ വരച്ചപ്പോ മസ്തിഷ്കം മരവിക്കാത്ത മുസൽമാന്റെ മനസ്സിൽ നിന്ന് ആശങ്കയോടുകൂടെ ആ സംഭവത്തെ കാണുകയും എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തപ്പോ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നതിന് എതിരല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ പേരില് ഇവിടെ പത്രകോളങ്ങളില് സ്റ്റേറ്റ്മെന്റ് വന്നുവെങ്കിൽ നബി തങ്ങളോടെന്ത് ആദരവാണ് ഇവർക്കുള്ളത്, നബി തങ്ങളോടെന്ത് ബഹുമാനമാണ് ഇവർക്കുള്ളത്. അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയല്, നബി തങ്ങളെ പ്രകീർത്തിക്കല് സഹാബത്തെ കിറാം ചെയ്തിരുന്നില്ലേ? ഖുർആൻ പൂർവീകരായ പ്രവാചകന്മാരെ പറയാൻ പറഞ്ഞിട്ടില്ലേ? വകുല്ലൻ നഖുസ്സു അലൈക മിൻ നബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് എന്ന് പറഞ്ഞു സൂറത്ത് ഹൂദിന്റെ 120ാമത്തെ ആയത്തിലില്ലേ? അജ്അലി ലിസാന സിദ്ഖിൻ ബിൽ ആഖിരീൻ, അതേ പിന്തലമുറക്കാർ തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കണമെന്നും പ്രശംസിക്കണമെന്നും പൂർവീകരായ പ്രവാചകന്മാര് ഉൽക്കടമായി അഭിലഷിച്ചത് ഖുർആനിലില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടാണ് മൗലവിമാര് വിമർശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തട്ടിപ്പ് വിജയി ഇത് നഗസ് തട്ടിപ്പ് വിജയി സുന്നിയെ പറ്റിക്കാൻ തൊപ്പി അത് വേണ്ടേ വേണ്ട. മണ്ടിക്കോ വിജയി മഴയോട് രസന് വേണ്ട. വീശുന്ന കാറ്റ് തടുക്കാൻ കൂടി മനസ്സിൽ വേണ്ട. കാശി തേടുന്ന വിജയി അത് കളഞ്ഞിടല്ലേ തലസേ. കാലം നിങ്ങളെ തള്ളി കളി നിർത്തിപ്പോയി കൂടെ. വിജയി ബൈ വിജയി വേഷം കെട്ട് മഹാകഷ്ടം വിജയി. ബൈ വിജയി വേഷം കെട്ട് മഹാകഷ്ടം വിജയി.